മാധ്യമങ്ങളെ എല്ലാവരെയും ഞാൻ വിമർശിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. വിമർശിക്കേണ്ട ചില മാധ്യമങ്ങളെക്കുറിച്ച് വിമർശനം നടത്തിയിട്ടുണ്ട്. അത് ഇന്നല്ല, നാളെയാണെങ്കിലും അത്തരം മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടവും ധൈര്യവും അടൂർ പ്രകാശിനുണ്ട്. അതുകൊണ്ട് തന്നെ പറയും. അത് ആരെ നിർത്തിക്കൊണ്ടാണെങ്കിലും അതിനകത്ത് മാധ്യമങ്ങളെ എല്ലാവരെയും അടക്കി ആക്ഷേപിക്കാൻ അടൂർ പ്രകാശില്ല. ഞാനും ഇത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. രാഷ്ട്രീയ പ്രവർത്തനം എത്രയോ നാളുകൾ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മുഖഭാവം മാറുന്നു എന്നാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം വന്നിരിക്കുന്നത്. അടൂർ പ്രകാശിൻ്റെ മുഖഭാവം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനകത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അത് ആ കാര്യത്തെ ഏകപക്ഷീയമല്ല. ആ കാര്യത്തെക്കുറിച്ച് തൻ്റെ അടുത്തോടുകൂടി പറയുന്നു. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ കാണിച്ചിട്ടുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ പുറത്ത് ഞങ്ങൾ കൊണ്ടുവരും. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ചാനൽ അടച്ചുപൂട്ടെന്ന് പറയുന്നത് ശരിയാണോ? ഒരു ചാനലിനെ ഭീഷണി, അങ്ങനെ അത് ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമല്ലേ? ഞങ്ങൾ അധികാരത്തിലെത്തിയ ഒരു ചാനൽ പൂട്ടിക്കും സമ്മതിക്കില്ല ശരിയാണോ? ഒരു കോൺഗ്രസ് എപ്പോഴും മാധ്യമങ്ങളെ വളർത്തിയും അങ്ങനെ ആക്കുന്നത് ശരിയാണോ? അങ്ങോട്ട് മാറുന്നേ, ഭീഷണിപ്പെടുന്നത് ശരിയാണോ? നമ്മൾ അധികാരം കിട്ടി അത് ജനങ്ങളോടും കൂടെ അത് ശരിയാണ്. ഞാൻ ആരോടും കൈതട്ടി മാറ്റി ചിത്രം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരോടൊപ്പം നിന്ന് പടമെടുക്കും. അത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത് എൻ്റെ കടമയും ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ കള്ളന്മാരും ദുഷ്ടന്മാരും ആണെന്ന് മനസ്സിലാക്കിയാൽ അവരെ മാറ്റി നിർത്തും. അങ്ങനെ മാറ്റി നിർത്തുന്ന പല ആളുകളുമുണ്ട്. അത് നിങ്ങൾക്കും അറിയാം. ഞാനതേക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളുണ്ട് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളുടെ ദൗത്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കണം. ആ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ മുഖഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. അല്ല, ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണല്ലോ ഇത്. ഗൂഢാലോചന എങ്ങനെയൊക്കെ നടത്തിയാലും ഈ ഗൂഢാലോചനയിൽ UDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്കാർക്കും വേണ്ട. ഇനി ആരൊക്കെ ഇതിൻ്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്തു എന്ന് പറഞ്ഞാലും UDF അധികാരത്തിൽ വരും. അത് വരുന്നത് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ വരുമെന്ന് പൂർണ്ണമായ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം.